ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടീച്ചറമ്മ സീരിയലില് ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ വീണ മനസ്സ് തുറന്ന് സന്തോഷിനോട് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. തനിക്ക് സന്തോഷിനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം വീണ പറയുന്നുണ്ട്. സന്തോഷിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവട്ടോ. ആ ഒരു സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം സന്തോഷിന്റെ അച്ഛനെ മാത്രമേ വീട്ടിൽ ഈ ഒരു കല്യാണത്തിനോട് ശരിക്കും പറഞ്ഞാൽ താല്പര്യമുള്ളൂ. ആ അമ്മാവൻ എന്ന് പറഞ്ഞ ആള് എപ്പോഴും ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം ആ പെണ്ണ് സ്വർണ്ണവും ഇല്ല, സ്വത്തും ഇല്ല, ഒന്നുമില്ല. എന്തിനാ ആ പെണ്ണെ കല്യാണം കഴിക്കണത്? ഇവനാണെങ്കിൽ നല്ല ജോലിയുണ്ട്, ഇനി പ്രൊമോഷൻ കിട്ടും, ഇനി സ്ത്രീധനം കിട്ടും, അങ്ങനെ നല്ല പെൺകുട്ടിനെ കിട്ടും, ആ വളപ്പ് എന്തിനാ കൊള്ളാം എന്നൊക്കെ രീതിയിലാണ് അമ്മാവനും അമ്മയൊക്കെ സംസാരിക്കുന്നത്. ഈ വിവാഹം ഒന്ന് മുടങ്ങിയാൽ പോലും ഞാൻ വിചാരിക്കുന്നുണ്ട് എന്ന് അമ്മ നമ്മുടെ ജോത്സ്യൻ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. മാമനോട് പറയുന്നുണ്ട്. മാമൻ പറയുന്നുണ്ട്, ഈ വിവാഹം മുടങ്ങാനുള്ള ചാൻസ് ഒന്നും കാണുന്നൊന്നുമില്ല. മിക്കവാറും നമ്മുടെ മോന്റെ തലയിൽ തന്നെ ആകാനാണ് ചാൻസ്. അവൾക്ക് എന്തുണ്ട്, എത്രയോ പവൻ അവളുടെ അമ്മ കരുതി വെച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നോ. പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല. അന്ന് നിശ്ചയത്തിനെ കണ്ടില്ലേ, ഈ സന്തോഷം വാങ്ങിച്ചെടുത്ത ആ ഒരു മാല മാത്രം ഇട്ടിട്ടാണ് അവൾ വന്നത്. അത് ശരിയാണ്. ഈ വിവാഹത്തിന് എന്തായാലും കുറെ വിവാഹങ്ങൾ ഇങ്ങനെ മുടങ്ങി പോരണ്ടല്ലോ തലേ ദിവസമൊക്കെ. അതുപോലെ വിവാഹം ഒന്ന് മുടങ്ങി പോയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജോണിനാണെങ്കിൽ വീണടുത്ത് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. പിന്നെ വീണ ജോണിന് ഒരു ബ്രദറായിട്ട് കാണുന്നതുകൊണ്ട് ജോണിനൊന്നും പറയാനും പറ്റില്ല, മേരിക്കുട്ടിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് സന്തോഷിന്റെയും അതുപോലെ തന്നെ വീണയുടെ വിവാഹം മുടങ്ങുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോണത്. അത് 100% ഷുവറാണ് ഇവിടെ വിവാഹം മുടങ്ങുമെന്നുള്ളത്. സന്തോഷിന് വിവാഹം മുടങ്ങിയാൽ മതി എന്ന് വീട്ടുകാരൊക്കെ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ വിവാഹം മുടങ്ങുക തന്നെ ചെയ്യും. പക്ഷേ വീട്ടുകാർക്ക് സന്തോഷിനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. ആ ഒരു കുറ്റം വീണയുടെ തലയിലെടുത്ത് വെക്കും. ഇവളുടെ ഭാഗ്യദോഷം കൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കുത്തുവാക്കുകൾ കേൾക്കുകയും ചെയ്യും. എന്തായാലും വീണയുടെ വിവാഹത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ചയിൽ കാണാൻ പോണത്. ജോൺ വീണനെ കെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പോണേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.